ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു കാത്ത് ലാബ് ആരംഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. സലാമിനെ MLA-മാർ കമ്മിറ്റി ഉണ്ടാക്കി അവിടെ ജനങ്ങളുടെ പണപ്പിരിവെടുക്കണം. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, 50കളിലെ മാറ്റമല്ല 60കളിൽ ഉണ്ടായിരിക്കുന്നത്. 60കളിൽ നിന്ന് 70കളിലേക്ക് എത്തുമ്പോൾ ആ വികസനം കൂടും. അങ്ങനെ ഓരോ പതിറ്റാണ്ടുകൾ മാറും തോറും അങ്ങനെ വികസനങ്ങളുടെ മാറ്റങ്ങൾ വരും. അത് എല്ലാ സർക്കാരുകളും കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളും അത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇത്തരം പിഴവുകൾ ഉണ്ടാവരുത്. അങ്ങനെ താരതമ്യം ചെയ്ത് പരിമിതപ്പെടുത്തണ്ട. ഇവിടെ സന്ദീപ് ബാർ ചർച്ചയിൽ പറഞ്ഞത് 10 വർഷം ഒന്നും നടന്നില്ലെന്നാണ്. ഞാൻ ചോദിക്കാം, ഈ 10 വർഷത്തിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒഴുകി വരുന്നതാണെങ്കിൽ പറയൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം സന്ദീപ് ബാർ ഉത്തരം പറയട്ടെ. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു കാത്ത് ലാബ് ആരംഭിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിൽ പറയാൻ പറ്റുമോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണ് ഈ കേരളം. ഇപ്പോ സർക്കാർ മേഖലയിൽ റോബോട്ടിക് സർജറി ആരംഭിച്ചു കേരളത്തിൽ. 2 RCCയിലും അതുപോലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലുകളിൽ കിഡ്നി മാറ്റിവെക്കൽ ഒരു ജനറൽ ഹോസ്പിറ്റൽ സാധ്യമാക്കി. അവയവ മാറ്റിവെക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നാടിന് ഭാവിയിൽ എന്താവശ്യമുണ്ടോ അതെല്ലാം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കാലത്തോട് സാമ്യപ്പെടുത്താൻ കഴിയാത്ത നേട്ടങ്ങൾ ആരോഗ്യ മേഖല ചെയ്തു പോകുന്നു ഈ കേരളത്തിലെ ഗവൺമെന്റ്. അതിനെയെല്ലാം ഇങ്ങനെ കണ്ണടച്ച് കാണിക്കരുത്. നമ്മൾ ഉള്ളതുപോലെ പറയണം. അതല്ലേ ഒരു മാന്യമായ ചർച്ച എന്ന് പറയുന്നത്. ഉള്ളതുപോലെ പറഞ്ഞിട്ട് പോകുന്നില്ലേ നല്ലത്. ഈ 10 കൊല്ലം ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് നാട്ടുകാരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ പറയും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ശ്രീ സലാം നേരിട്ടൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് കാത്ത് ലാബുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിന് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോ അയച്ചു കൊടുത്തൊരു ക്യാപ്സ്യൂൾ പറഞ്ഞായിരിക്കണം. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. എന്റെ ജില്ലയായ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതും അത് തുടങ്ങുന്നതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിലെ ആരോഗ്യ ചികിത്സാ രംഗത്ത് ഏറ്റവും അധികം പിന്നോക്കം നിന്നിരുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് കേരളത്തിലെ MBBS സീറ്റുകൾ എണ്ണത്തിൽ എത്ര വർധനവുണ്ടായി. അത് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് എത്ര വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു. നിങ്ങൾ എന്താ ചെയ്തത്? അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 2013 തറക്കല്ലിട്ട് ഫണ്ട് അനുവദിച്ച കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ നിങ്ങൾ ഇന്ന് എവിടെ എത്തിച്ചിട്ടുണ്ട്? ആ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇന്നും ദുരവസ്ഥയിൽ കിടക്കുകയാണ്. നിങ്ങളെ സർക്കാർ അധികാരത്തിന് ശേഷം നിങ്ങൾ അതിനൊരു കല്ല് പോലും എടുത്തു വെച്ചില്ല. വയനാട് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു, പണം അനുവദിച്ചു, 50 ഏക്കർ സ്ഥലം സൗജന്യമായി കിട്ടി. മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തുടങ്ങാൻ അവിടെ പണി ആരംഭിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഉടക്കിട്ടു. നിങ്ങൾ ആ പണി തടസ്സപ്പെടുത്തി. അവസാനം മാനന്തവാടിയിൽ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതിനപ്പുറം വയനാട് പോലെ ഒരു പിന്നോക്ക ആദിവാസി ഭൂരിപക്ഷ ജില്ലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ മെഡിക്കൽ കോളേജ് പോലും നിങ്ങൾ ഉണ്ടാക്കിയില്ല. അവിടെ ഇപ്പോൾ ഉള്ളത് രാഹുൽ ഗാന്ധി അനുവദിച്ച ആംബുലൻസ് മാത്രമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെ കൊണ്ടുവരണം. മെഡിക്കൽ കോളേജിന്റെ ആയിട്ടുള്ള ഒരു സൗകര്യവും വയനാട്ടിലും കിട്ടുന്നില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു. എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്, നിങ്ങൾ പറഞ്ഞ സലാം പറഞ്ഞിട്ടുള്ള അതേ കാത്ത് ലാബ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എല്ലാം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരാ. അത് മാത്രമല്ല, ഇന്നിപ്പോ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് നാട്ടിലൊരാൾക്ക് ഹൃദ്രോഗം വന്നാൽ എന്ത് ചെയ്യണം? നാട്ടിലെ ആളുകൾ കമ്മിറ്റി ഉണ്ടാക്കി, സലാമിനെ MLA-മാർ കമ്മിറ്റി ഉണ്ടാക്കി അവിടെ ജനങ്ങളുടെ പണപ്പിരിവെടുക്കണം. ഞാൻ പറയട്ടെ, നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ സലാം ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു പറയൂ. നാട്ടിലിപ്പോ ആലപ്പുഴയിൽ സലാം, അമ്പലപ്പുഴയിൽ അങ്ങയുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ഹൃദ്രോഗ ചികിത്സ ആവശ്യം വന്നാൽ, ഒരു കിഡ്നി മാറ്റി വെക്കൽ ആവശ്യം വന്നാൽ ഇപ്പൊ എന്ത് ചെയ്യണം? അങ്ങയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കും. ആ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ ഒരു ദിവസത്തെ ഓട്ടത്തിന്റെ വരുമാനം ഈ കമ്മിറ്റിക്ക് കൊടുക്കും. നാട്ടിലെ കുട്ടികളടക്കം നാട്ടിലെ സാധാരണക്കാർ, വ്യാപാരികളൊക്കെ ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും. പ്രവാസികൾ ധാരാളമായി സംഭാവന ചെയ്യും. ബസ്സുകാർ ഒരു ദിവസത്തെ ട്രിപ്പ് മുടക്കി, അല്ലെങ്കിൽ ബസ്സുകാർ ഒരു ദിവസത്തെ വരുമാനം ആ ഫണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് നാട്ടിൽ ഹൃദ്രോഗ ചികിത്സ, അല്ലെങ്കിൽ ഹാർട്ട് സർജറി, അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കൽ, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക്
മുഴുവൻ ചികിത്സ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സലാം ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ ആ റെക്കമെൻഡേഷൻ ലെറ്റർ തന്നെ ആ ചികിത്സയ്ക്ക് വേണ്ട പണം പാസ്സാക്കി കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ന് നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട കോൺഗ്രസ്സുകാരെ വിട്ടേക്ക് ഏതെങ്കിലും ഒരു CPM-മാരുടെ ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? സലാമിന്റെ നാട്ടിലൊരു ബ്രാഞ്ച് സെക്രട്ടറി ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ടോ? ഞങ്ങളെ കാര്യം വിട്ടേക്ക്. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കാരുണ്യ ബലൻ ഫണ്ട് അട്ടിമറിച്ചരാ നിങ്ങൾ. ഇന്ന് നാട്ടിലെ പാവപ്പെട്ടവൻ ചികിത്സ കിട്ടുന്നുണ്ടോ? നാട്ടിലെ പണപ്പിരിവ് നടത്തണം, അല്ലെങ്കിൽ ഇവിടുത്തെ നന്മമരങ്ങൾ വന്ന് വീഡിയോ പിടിച്ച് അങ്ങനെ പണം പിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. അതല്ലാതെ നാട്ടിലെ ജനങ്ങളെ പിരിച്ചിട്ടാണ് പണപ്പിരിവ് നടത്തി പിന്നെ പാട്ടപ്പിരിവ് നടത്തിയാണ് നാട്ടിൽ ജനങ്ങൾ ഇപ്പൊ ചികിത്സിക്കുന്നത്. നിങ്ങൾ ഇതുപോലും കാണുന്നുണ്ടോ? ഇത് കണ്ടിട്ടാണോ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് മേനിയടിക്കുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ ആരോഗ്യരംഗത്ത്. നിങ്ങൾ അത് മുഴുവൻ തകർത്തവരാണ്. ആ മെഡിക്കൽ കോളേജുകൾ പോലും, ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ പോലും ഇന്ന് നിങ്ങൾ ഫണ്ട് അനുവദിക്കാതെ തകർത്ത് തരിപ്പണമാക്കില്ലേ? കാസർഗോഡ് നിങ്ങൾ പോയി നോക്ക്, വയനാട്ടിൽ പോയി നോക്ക്. 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2 മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും അധികം ആരോഗ്യ ചികിത്സാ രംഗത്ത് കേരളം ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന 2 ജില്ലകളിൽ പോലും നിങ്ങൾക്ക് കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോവിഡ് കാലത്ത് കാസർഗോഡ് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസത്തിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും കാസർഗോഡും വയനാട് മാത്രം പോയി നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ ആരോഗ്യ രംഗത്തെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കാണാം. നൽകേണ്ടത് നൽകുന്നുണ്ട്. അതിന്റെ കണക്കാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞത്. ഏത് തരത്തിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. അത് ഏത് തരത്തിൽ ഈ സിസ്റ്റത്തെ മെച്ചപ്പെടുത്താൻ. ഇപ്പൊ നിങ്ങൾ ഈ സമയത്തും പറയുന്നത് സിസ്റ്റം ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ വലിയ വികസനത്തിന് അപ്പുറത്തേക്ക് ശരിയായ രീതിയിൽ സിസ്റ്റത്തെ മാറ്റാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നോടാണോ? അതെ, ശ്രീ സലാം, എന്നോടാണോ? അതിനകത്ത് ആ കേസെടുത്തത് സംബന്ധിച്ചിപ്പോ BJP പ്രതി പറഞ്ഞത് അതിനകത്തൊരു ഭാഗമുള്ളത് ഈ ആദ്യത്തെ പ്രൈമറി ഈ എൻക്വയറി വരുന്ന മുമ്പാണ് ഈ കേസെടുക്കുന്നത്. കേസെടുക്കുമ്പോൾ HOD മാത്രമല്ല, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ യൂണിറ്റുകൾ തരംതിരിച്ചതിൽ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 ആണ് ഈ സർജറി ചെയ്തേക്കുന്നത്. ആ യൂണിറ്റ് 1-ന്റെ ചീഫാണ് ഡോക്ടർ ലളിതാംബിക. അതാണ് കേസിന്റെ ഫസ്റ്റ് ടൈം പ്രതിയായിട്ട് വരാനുള്ള കാരണം. അതാണ് സ്വാഭാവികമായിട്ടും മറ്റ് സർജറി ചെയ്ത ഡോക്ടേഴ്സും തുടർന്നുള്ള ഘട്ടത്തിൽ പ്രതിയായി വരും എന്നുള്ളതാണ് ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതിൽ HOD മാത്രമായി ക്ലീനായി മാറി നിൽക്കുന്നതാണല്ല. HODക്കൊപ്പം യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ ഈ സർജറി ചെയ്ത യൂണിറ്റ് ചീഫാണ് ഈ ഡോക്ടർ ലളിതാംബിക എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ അസിസ്റ്റന്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. PG ഡോക്ടറാണ് ചെയ്തതെങ്കിൽ ഇവർ ഡയറക്റ്റായി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും അതിന് ലയബിലിറ്റി യൂണിറ്റ് ചീഫിന് വരികയും ചെയ്യും. ഇപ്പോൾ ചെയ്തേക്കുന്നത് മറ്റു ഡോക്ടേഴ്സ് ആണെന്ന നിലയിലേക്കുള്ള കാര്യം പുറത്ത് വരുന്ന അവർ സസ്പെൻഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ കാര്യം ഇതാണ്. അങ്ങനെ ആ സമയത്ത് വിവരം പുറത്തു വന്നതിന്റെ വിവരം വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ആ കേസ് എടുത്തത്. പിന്നെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞനുസരിച്ചിട്ട് ഈ സർക്കാർ ആശുപത്രി രോഗികളെ വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ രോഗികൾ എണ്ണം കൂട്ട് OP ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. സന്ദീപ് വാര്യറും ഏത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം രാവിലെ ഒന്ന് പോയി നിന്നാൽ മനസ്സിലാവും എത്രയാണ് OP എത്രയാണ് IP എന്നുള്ള കാര്യം. അതിലനുഭവം നമ്മൾ ഈ ഉള്ളതുപോലെ ഞാൻ പൊളിറ്റിക്കലി മാത്രമല്ലല്ലോ ഇത്തരം ഡിസ്കഷൻ നമ്മൾ നടത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ പൊതുവായി നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞ ഈ ഇങ്ങനെ ശരിയായി മുന്നോട്ട് പോകുമ്പോഴും നമുക്കുള്ള കുറവുകൾ പരിഹരിക്കപ്പെടണം. അതിൽ നമുക്ക് ആർക്കും 2 അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ അങ്ങനെ 2 അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. കറക്റ്റ് ചെയ്യപ്പെടേണ്ട സൈഡ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടണം, അതിനൊന്നും തർക്കമില്ല. പക്ഷേ നമ്മുടെ ഒരു ഫാക്ട് പറഞ്ഞല്ലേ നിശ്ചയമായിട്ട് പോകേണ്ട കാര്യം. എല്ലായിടത്തും നോക്കുമ്പോൾ OP വർദ്ധിക്കുന്നു. OP വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയ ചികിത്സ കിട്ടുന്നുള്ളതുകൊണ്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എണ്ണം അദ്ദേഹം പറഞ്ഞു, ഈ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ഡാറ്റ ഉണ്ടല്ലോ. 1685 കോടിയാണ് പ്രതിവർഷം ഇന്ന് സൗജന്യ ചികിത്സയ്ക്ക് കൊടുക്കുന്നത്. അത് ശ്രീ സന്ദീപ് നിങ്ങൾ നോക്കണം, നിങ്ങൾ ആ ഡാറ്റ കൂടി നോക്കൂ. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ലെഫ്റ്റിന്റെ ഭാഗം നല്ലത് എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നില്ല. ഇതെല്ലാം കണക്കുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 640 കോടിയാണ് സൗജന്യ ചികിത്സയ്ക്കായി കേരള ഗവൺമെന്റ് ചെലവാക്കുന്ന പണം. 640 കോടിയാണ് പെർ ഇയർ ചെലവാക്കപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ കണക്ക് നോക്കിയോ, 1685 കോടിയാണ്. 640 സ്ഥാനത്ത് 1685 ഇത് മാറുന്നു. ഈ 5 വർഷ കണക്ക് നോക്കിയോ, 8425 കോടിയാണ് സൗജന്യ ചികിത്സ ചെലവാക്കിയത്. ഈ ഹോസ്പിറ്റലിൽ രോഗികൾ വരാത്തതുകൊണ്ടാണോ? ചികിത്സ കിട്ടാത്തതുകൊണ്ടാണോ? ഇത് സൗജന്യ ചികിത്സയ്ക്ക് ഇതും വേണമെങ്കിൽ അനൂപ് നേരത്തെ പറഞ്ഞ പോലെ പറയാം. ഇതിങ്ങനെ കാലം മാറുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
അങ്ങനെ വേണേ പറയാം. അനൂപ് നേരത്തെ പറഞ്ഞ രീതി പറഞ്ഞ അങ്ങനെ വേണേ പറയാം. അല്ല, വികസനത്തിന്റെ കാര്യത്തിലാണ് അത്. എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയാണല്ലോ. എല്ലാ മേഖലകളിലും വികസനം വരുന്നത് കാലാനുസൃതമായി എന്തെങ്കിലുമൊക്കെ വികസിച്ചേ പറ്റൂ. അതിനാണല്ലോ ഇപ്പോ അവരുടെ കാലത്ത് അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെ ഭരണം ഏൽപ്പിച്ചത്. 10 വർഷം ഏൽപ്പിച്ചല്ലോ. അതെ, ഞാൻ പറഞ്ഞത് ആ 10 വർഷം മാന്യമായി ചെയ്തിട്ടുണ്ട് ഈ ആരോഗ്യ മേഖലയിൽ. സന്ദീപ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്ന മന്ത്രി തന്നെയാണ്, ആ സിസ്റ്റത്തിലുള്ള ഡോക്ടർമാർ തന്നെയാണ് മിക്കവാറും OP. എന്ത് പറയുന്നേ? ആ സിസ്റ്റം ശരിയല്ല. ആരോഗ്യത്തിന്റെ ഭാഗമായുള്ള ഡോക്ടർമാർ ഇപ്പോ നേരത്തെ നമ്മൾ ഒരു ഡോക്ടറെ പരാമർശിച്ചില്ലേ, പേര് പറഞ്ഞില്ലേ, ഈ യൂണിറ്റ് ചീഫ് ആയിരുന്ന ആൾ എന്തെങ്കിലും ഒരു നമുക്കൊരു ഉൾക്കൊള്ളാൻ പറ്റുന്ന സംസാരമാണ് നടത്തിയത്. അവർ സംസാരിച്ച അങ്ങനെയാണോ? അതിന് പല താല്പര്യമുള്ള ചിലപ്പോൾ കാണും, പല രീതിയിലുള്ള ആളുകൾ കാണും. ഡോക്ടർമാർ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഈ സിസ്റ്റത്തിൽ ഇപ്പോ എന്താണ് നിലനിൽക്കുന്നത്, ഇവിടുത്തെ സൗകര്യങ്ങൾ എത്രയാണ് എന്നതിൽ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഡോക്ടർമാർ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എങ്ങനെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതിൽ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ്, സംവിധാനങ്ങൾ എത്രയുണ്ട്, എന്താണ് അതിലെ സൗകര്യങ്ങൾ, സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് മന്ത്രി. നിങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ സാങ്ഷൻഡ് ബെഡിൻ നമ്പർ നോക്കുക. ഇപ്പോൾ എനിക്ക് നേരിട്ട് ചെയ്യുന്ന കണക്ക് ഞാൻ പറയാം. 1051 ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സാങ്ഷൻഡ് ബെഡ്. അവിടെ പ്രവർത്തിക്കുന്ന 1500 1600 ഒക്കെയാണ് ഫങ്ഷണൽ ബെഡ്. അപ്പൊ സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിൽ രോഗികൾ പാവപ്പെട്ടവർ വരുമ്പോൾ ഇവിടെ സാങ്ഷൻ ചെയ്യപ്പെട്ട ബെഡ് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ചികിത്സ അടുത്ത ഹോസ്പിറ്റലിൽ പോക്കോ എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ സിസ്റ്റത്തിൽ പറയാൻ പറ്റുമോ? അവിടെ 300 ആൾ അധികം വന്നാലും 400 അധികം വന്നാലും അവരെ സ്വീകരിച്ച് ചികിത്സിക്കുക എന്നൊരു സിസ്റ്റമല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന കാര്യം. നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും സാങ്ഷൻഡ് ബെഡിനേക്കാൾ കൂടുതലാണ് ഫങ്ഷണൽ ബെഡ്. അത് ഏത് ഹോസ്പിറ്റൽ കണക്ക് നിങ്ങൾ നോക്കിക്കോ, അതുകൂടെ പരിശോധിക്കും നമ്മള്. അതും പരിശോധിച്ച് വെച്ച് ആ കണക്കും വെച്ചിട്ട് പിന്നെ എത്ര ആളുകൾ ചികിത്സയ്ക്ക് വരുന്നു. ചിലപ്പോൾ ഒരു ബെഡ് 2 ആൾ കിടക്കേണ്ടി വരും. എന്തുകൊണ്ടാ? അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ രോഗികൾ വരുമ്പോൾ സ്വാഭാവികമായി റിജക്ട് ചെയ്യാതെ അതുകൂടി ഒബ്സർവ് ചെയ്ത് ചികിത്സിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഇതെല്ലാം പാടെ ഇങ്ങനെ ചവിട്ടിത്തുത്ത് തള്ളിക്കളയാൻ പറ്റൂല. ആരും പാടെ തള്ളിക്കളഞ്ഞിട്ടില്ല, അങ്ങനെ പറയരുത്. ഈ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച നടത്തുന്നത്. രാജ്യത്തായാലും ലോകത്തായാലും നോക്കിയാൽ തന്നെ കേരളം മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ പക്ഷേ ഇങ്ങനെ കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നിച്ചു നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്ന് പരിഹരിക്കുക, അത് സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് പ്രിയപ്പെട്ട സലാം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതാവിരുദ്ധമായിട്ട് കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം കാത്ത് ലാബുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തിനോട് തെളിവ് സഹിതം പറയുന്നു, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. എറണാകുളത്ത് കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ള പദ്ധതി പ്രകാരം ഏറ്റവും പിന്നോക്ക ജില്ലയായിട്ടുള്ള വയനാടിനും കാസർഗോഡിനും ഒക്കെ മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. അങ്ങനെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് സമഗ്രമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് നാന്ദി കുറിച്ച് സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റേത്. പക്ഷേ അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ഇപ്പോഴെങ്ങനെ താഴെ പോയി എന്നുള്ളത്, ആ താഴെ പോയി എന്നുള്ളത് ഞാൻ വെറുതെ പറയുകയല്ല. അദ്ദേഹം ഈ രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. നീതി ആയോഗിന്റെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. 14.5 ലക്ഷം ഇൻപേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7.5 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്ത് ഏകദേശം 14 ലക്ഷം പേർ ഇൻപേഷ്യൻസ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇന്നൊരു 7.5 ലക്ഷത്തിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പകുതിയായിട്ട് അത് കുറയുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം എങ്ങനെ കുറവ് വരുന്നു? ഇത്രയും കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എങ്ങനെയാണ് ഇതുപോലെ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത്? അതിന്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് സർക്കാർ ആശുപത്രികളിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു കാലത്ത് സർക്കാർ ആശുപത്രികളിൽ വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ വലിയ വിശ്വാസവും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കത്രിക മറന്നു വെക്കുന്നത് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയും കെട്ടിടം അടക്കം ഇടിഞ്ഞു വീണ് ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് പോകാൻ ഭയക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് PR തള്ളുകൾക്കപ്പുറം ഇതിന്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ നയിക്കണം. മറ്റൊന്ന്, എന്തുകൊണ്ട് ജനങ്ങൾ പോകുന്നില്ല? അവിടെ മരുന്നില്ല, അവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, പിന്നെ എന്തിനാ ജനങ്ങൾ പോകുന്നത്? ഇതാരാ പറഞ്ഞത്? ഏതെങ്കിലും തരത്തിൽ UDFന്റെ ആരോപണമാണോ? നിങ്ങളുടെ തന്നെ സർക്കാരിന് കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്.
ഞങ്ങൾ ആരുമല്ലല്ലോ സർക്കാർ ആശുപത്രികളിൽ സർജറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് തുറന്നു പറഞ്ഞത്. ആരാ പറഞ്ഞത്? അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അങ്ങേക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? അങ്ങേക്ക് ഇടതുപക്ഷത്തെ ന്യായീകരിക്കാം, അങ്ങയുടെ സർക്കാരിനെ ന്യായീകരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന PR എക്സസൈസുകൾക്ക് അപ്പുറം 2 ആരോഗ്യമന്ത്രിമാരും ഫോക്കസ് ചെയ്തിട്ടുള്ളത് സ്വന്തം ഇമേജ് ബൂസ്റ്റ് ചെയ്യാനും PR എക്സസൈസിനുമാണ്. അതിനപ്പുറം കേരളത്തിലെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ കെട്ടിടങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ പറയുമ്പോഴും ഈ ഫിസിക്കൽ ബജറ്റിന്റെ കാര്യം കൂടി നിങ്ങൾ പറയണം. നീതി ആയോഗ് തന്നെ പറയുന്നു അങ്ങനെ ബജറ്റ് പരിപാലിക്കുന്നതിൽ ഏറ്റവും മോശം റെക്കോർഡ് 15ാം സ്ഥാനത്താണ്. 18 സംസ്ഥാനങ്ങളുടെ റാങ്കിങ് എടുക്കുമ്പോൾ 15ാം സ്ഥാനത്ത് കിടക്കുന്നു. ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം എങ്ങനെ 5ാം സ്ഥാനത്തെത്തി എന്നുള്ളതിനുള്ള മറുപടി സലാം ഈ ചർച്ചയിൽ പറയണ്ടേ? നമ്മുടെ എനിക്കും സലാമിനും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മുഴുവൻ മലയാളികളെ അഭിമാനമായിരുന്നില്ലേ ഒരു കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത്? എങ്ങനെ കേരളം ആരോഗ്യരംഗത്ത് പിന്നോക്കം പോയി എന്നുള്ള മറുപടി പറയണ്ടേ? കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം എന്ന് പറയുന്നത് കേരളത്തെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചോളം അതൊരു ഇരുണ്ട കാലഘട്ടമാണ്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ ആകപ്പാട് നടന്നിട്ടുള്ളത് പബ്ലിക് റിലേഷൻ എക്സസൈസുകൾ മാത്രമാണ്. അതിനപ്പുറമുള്ള എക്സസൈസുകൾക്കപ്പുറം കേരളത്തിലെ ആരോഗ്യരംഗത്തെ നവീകരിക്കാനോ അതിനെ കൂടുതൽ പുതിയ സാധ്യതകളും സാങ്കേതികതകളും ഉപയോഗിച്ചുകൊണ്ട് പരിഷ്കരിക്കാനോ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ ഇവിടെ കൊടുക്കാത്തതിനാൽ മരുന്നുകൾ കിട്ടുന്നില്ലെന്ന് യാഥാർത്ഥ്യം.